നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷൻ്റെ കാര്യവുമില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കോച്ചിങ് കൊടുക്കേണ്ടതുമില്ല. ചില ടാക്റ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയാൽ മതി, ബാക്കി കാര്യം അദ്ദേഹം അങ്ങ് നോക്കിക്കോളും എന്ന് പറയുന്നു ഹോസെ മൊറീഞ്ഞോ. റയൽ മാഡ്രിഡിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യം ആ ഒരു കാലം നമുക്കറിയാം. റൊണാൾഡോയുടെ ഒരു സ്ട്രൈക്കറായിട്ടുള്ള ട്രാൻസിഷൻ മികച്ച രൂപത്തിൽ അവിടെ വെച്ചാണ് നടന്നത്. എന്തായാലും ഹോസെ മൊറീഞ്ഞോ കൃത്യമായിട്ട് ക്രിസ്ത്യാനോയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോയെ എനിക്കറിയാം, വർഷങ്ങളായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന് നമുക്ക് വേറെ മോട്ടിവേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക, ബാക്കി കാര്യങ്ങൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് അങ്ങ് ചെയ്തുകൊള്ളും. അദ്ദേഹത്തെ പ്രത്യേകിച്ച് നമ്മൾ കോച്ച് ചെയ്യേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനോയെ പോലുള്ളൊരു സൂപ്പർ സ്റ്റാർ നമ്മുടെ ടീമിൽ ഉണ്ടാകുമ്പോൾ ഒരു കോച്ച് എന്ന നിലയിൽ നിങ്ങളൊരു ജീനിയസ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ ജീനിയസ് അല്ല. യഥാർത്ഥത്തിൽ കളി വിജയിപ്പിക്കുന്ന ആ താരമാണ് അവിടെ ജീനിയസ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. അതോടൊപ്പം ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന താരത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കളി രീതി, ഇപ്പം ലെവൻ്റെക്കെതിരെ കളിക്കുകയാണെന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ 5-0 ടീം മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു കുറച്ച് റെസ്റ്റ് എടുക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും നോ, ഐ വാണ്ട് മോർ എന്നായിരിക്കും അദ്ദേഹം പറയുക. അങ്ങനെ വിടുക, അതാണ് ചെയ്യാനുള്ളത്. അത് നമ്മൾ എൻജോയ് ചെയ്യുക. ഇതാണ് ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ ചെയ്യാനുള്ളത് എന്നുകൂടി ഹോസെ മൊറീഞ്ഞോ വളരെ കൃത്യമായിട്ട് പറയുന്നു. അതാണ് ക്രിസ്ത്യാനോയുടെ മെൻറ്റാലിറ്റി. വീണ്ടും വീണ്ടും കൂടുതൽ നേടണം. അതിപ്പോൾ ടീം 5-0 6-0 എത്ര മുന്നിലാണെങ്കിലും ക്രിസ്ത്യാനോക്ക് കളിക്കണം, ക്രിസ്ത്യാനോക്ക് ഗോൾ അടിക്കണം. ആ ഒരു മെൻറ്റാലിറ്റിയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.